സ്ക്രീൻ എല്ലാവർക്കും കാണുന്നുണ്ട്. എങ്ങനെ വേറെന്തോ പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ ലാസ്റ്റ് ഐഡിയ പിന്നെ കാണുന്നുണ്ടോ ചോദിക്കാം. എന്ത് കാണുന്നുണ്ടോന്ന് ആർക്കൊക്കെയോ സ്ക്രീന് വിസിബിൾ അല്ലാന്ന് തോന്നുന്നു. സ്ക്രീന് ഓൾറെഡി ഷെയർഡാണ്. ഷെയർഡാണല്ലോ, ബാക്കിയുള്ളവർക്ക് കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ ഇഷ്യൂ ഉള്ളൂ. Can't see the screen. റസിൻ എന്ന് പറഞ്ഞ ആള് മെസ്സേജ് ചെയ്യുന്നുണ്ട്, അയാൾക്ക് കാണുന്നില്ല എന്ന് പറയുന്നു. ഞാൻ ഒന്നും കൂടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്യാം. ഇപ്പോഴോ? കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ IDM എടുത്തു. ഇനി IDM എടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് ഒരു പുൾ ബാക്ക് വന്ന് താഴോട്ട് വന്നു. അപ്പൊ ഇവിടെ എന്താവും? മാർക്കറ്റ് താഴോട്ട് വന്നു, ഒരു പുൾ ബാക്ക് വന്ന് വീണ്ടും അതിനെ കട്ട് ചെയ്ത് താഴോട്ട് വന്നു. ഇനി ആ ലാസ്റ്റ് പുൾ ബാക്ക് എന്ന് പറയുന്നത് IDM. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അടുത്ത BOS. ഓക്കെ, ഇതുവരെ ഉള്ളത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ മനസ്സിലായോ? ഇൻഡ്യൂസ്മെന്റ് ശരിക്കും അതിന്റെ കൃത്യമായിട്ടേ ഇൻഡ്യൂസ്മെന്റ് ഒന്ന് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ഒന്ന് അതിനെ മാത്രം ഒന്ന് ഷോർട്ട് ചെയ്ത് പറയും. ചാർട്ടിലേക്ക് പോകുമ്പോ പറയാം. ശരി ശരി. ഇതുവരെ ഈ മാർക്ക് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ. നമുക്ക് ചാർട്ടിലേക്ക് വരാം. ഇതിപ്പോ ഗോൾഡിന്റെ ഈ അറ്റത്ത് നമുക്ക് 1 ഹവറിൽ എത്ര മാക്സിമം കിട്ടുമോ അത്രയും ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഇവിടുന്ന് ഇതൊരു BOS ആണ് എന്ന് വിചാരിക്കാം. ഇവിടെ ഒരു BOS കിട്ടിയില്ലേ? ഇത് കിട്ടിക്കഴിഞ്ഞാല് ഇനി നമ്മൾ അടുത്ത ഇൻഡ്യൂസ്മെന്റ് എവിടെയാന്ന് നോക്കണം. കാരണം ഇവിടെ ഈ BOS കിട്ടിയപ്പോ എന്തായി? ഈ ഒരു ലോ ഇവിടെ വാലിഡായി. ഈ മാർക്കറ്റിലുള്ള ലോ ഇവിടെ വാലിഡായി. ഇവിടെ BOS നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത നമ്മൾ ഇൻഡ്യൂസ്മെന്റ് ആണ് നോക്കുക. ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ സാറ് പറഞ്ഞതായ സ്ട്രക്ചറായിട്ട് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതില് ലാസ്റ്റ് പുൾ ബാക്ക് ആണ് നമ്മുടെ ഇൻഡ്യൂസ്മെന്റ്. ആ ഇൻഡ്യൂസ്മെന്റ് ഇവിടെ നമുക്ക് പുൾ ബാക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പുൾ ബാക്കുകൾ ഉണ്ട് ഇവിടെ, അല്ലേ? ഇതിൽ ലാസ്റ്റ് പുൾ ബാക്ക് എന്ന് ഈ ബ്രേക്ക് ഓസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പുറത്തേക്കുള്ള ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇങ്ങോട്ടുള്ള ലൈവില് മാർക്കിൽ സമയത്ത് ഇതിന്റെ ഇങ്ങോട്ടുള്ള ഒന്നുമില്ല, ഇവിടെ ഉള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ ലാസ്റ്റ് പുൾ ബാക്ക് ഇവിടെ ബ്രേക്ക് ഓസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റാ? ഈ പോയിന്റ് അല്ലേ ലാസ്റ്റ് പുൾ ബാക്ക്. പുൾ ബാക്ക് എന്ന് പറഞ്ഞ ഒരു ക്യാൻഡിലിന്റെ ലോ എടുത്തു, ഹൈ എടുത്തു കഴിഞ്ഞാൽ അതൊരു പുൾ ബാക്ക് ആണ്. ഇവിടെ അത് സംഭവിച്ചിട്ടില്ലേ? ഇവിടെ ഈ ഒരു ക്യാൻഡിലിന്റെ ഇവിടെ ലോ എടുത്തു, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയിട്ട് ഹൈ എടുത്തു. അപ്പൊ ഇതൊരു പുൾ ബാക്ക് ആണ്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് പുൾ ബാക്ക്. അപ്പൊ മാർക്കറ്റ് അത് എടുത്തിട്ടില്ല. പിന്നെ ഇത് നേരെ മുകളിലേക്ക് ഇവിടുത്തെ BOS കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പുൾ ബാക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഇൻഡ്യൂസ്മെന്റ് പോയിന്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക ഈ സംഭവം ലൈവിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക ലാസ്റ്റ് പുൾ ബാക്ക് ഇതായിട്ടാ. BOS കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്ന് അത് എടുക്കാണ്ട് നേരെ മുകളിലേക്ക് അടുത്ത ബ്രേക്ക് വന്നു. അപ്പൊ ലാസ്റ്റ് പുൾ ബാക്ക് വരുന്നത് ഇവിടെയാണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ?
ലാസ്റ്റ് പുൾ ബാക്ക് മാർക്ക് ചെയ്തു, ഇൻഡ്യൂസ്മെന്റ് മാർക്ക് ചെയ്തു. അടുത്ത ഇൻഡ്യൂസ്മെന്റ് ആണോ അത് ഇപ്പൊ മാർക്ക് അല്ല ചെയ്യുന്നത്? അല്ല 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 ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ലോ ലൈവിൽ ആണ്. ഇരിക്കുന്ന സമയത്ത് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ചാർട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയപ്പോ BOS കിട്ടിയില്ലേ, കൺഫേം ആയില്ലേ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയപ്പോ. ഇതിന്റെ ഇപ്പുറത്തേക്കുള്ള നമ്മള് ലാസ്റ്റ് എന്ന് വെച്ചാൽ ലൈവിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങോട്ടൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല. ഈ ഒരു ഭാഗമുള്ളതൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല എന്ന് വിചാരിച്ചു. ഇങ്ങോട്ടുള്ളതൊന്നും ആയില്ല. ഇതാണ് ഇവിടെ ലാസ്റ്റ് BOS കിട്ടിയ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്, ക്യാൻഡിൽ ക്ലോസ് കിട്ടിയ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പുൾ ബാക്ക് ഏതാ വരിക? ഈ ഒരു സ്ട്രക്ചറിൽ ഇതല്ല വരിക. പിന്നെയും മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇതാ ഞാൻ പറഞ്ഞത്, BOS കിട്ടി, മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയി. താഴോട്ട് വന്നിട്ട് ശരിക്കും എന്ത് ചെയ്യണം? ഇവിടെ ഈ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ പുൾ ബാക്ക് എടുക്കണം, എന്നിട്ട് മുകളിലേക്ക് പോകണം. ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഇല്ല. അപ്പൊ നേരെ താഴോട്ട് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പൊ നമ്മൾ ഈ ഇൻഡ്യൂസ്മെന്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഇത് ഈ ലാസ്റ്റ് പുൾ ഒരു സെക്കൻഡ്, ഇതിപ്പോ റെക്കോർഡ് ആവുന്നുണ്ടോ? റെക്കോർഡ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ ലാസ്റ്റ് പുൾ ബാക്ക് ഈ ഒരു ക്യാൻഡിലേക്ക് മാറി. ഓക്കെ അല്ലേ? ഓക്കെ. വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഒരു പുൾ ബാക്ക് ഇവിടെ തന്നു. ഈ ഒരു ക്യാൻഡിലിന്റെ ലോ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഹൈ എടുത്തു. അപ്പൊ ലാസ്റ്റ് പുൾ ബാക്ക് ഇതായില്ലേ? ആ ലാസ്റ്റ് പുൾ ബാക്ക് ഇതായി. അപ്പൊ എന്തായി? ഇവിടെ ലാസ്റ്റ് പുൾ ബാക്ക്. പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയി തിരിച്ചു വന്ന ആ പുൾ ബാക്കിനെ സ്വീപ്പ് ചെയ്തു, അല്ലെങ്കിൽ ക്യാൻഡിൽ ക്ലോസ് എന്തെങ്കിലും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ലാസ്റ്റ് പുൾ ബാക്ക് നമ്മുടെ IDM എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ഇതാണ് ഇൻഡ്യൂസ്മെന്റ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ഇതും IDM ആയിട്ട് മാർക്ക് ചെയ്യും, ഇതും IDM ആയിട്ട് മാർക്ക് ചെയ്യും. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് പുൾ ബാക്ക് ഏതാണോ അതാണ് IDM. ക്ലിയർ ആയില്ലേ? ലാസ്റ്റ് അതായത് ലോനെ ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നതാണ് IDM. ലാസ്റ്റ് അല്ലേ? പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡിലിന്റെ ലോ എടുക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഹൈ എടുക്കുക. ഒരു ക്യാൻഡിലിന്റെ ലോയും ഹൈയും എടുത്തു കഴിഞ്ഞാൽ അത് പുൾ ബാക്ക് ആയി. ഓക്കെ. ഓക്കെ. അത് ലാസ്റ്റ് അവസാനമായിട്ട് എപ്പോഴാണോ സംഭവിക്കുന്നത്, ഇത് തിരിച്ച് വന്നിട്ട് എടുക്കുന്നില്ലേ? ആ ഇപ്പൊ ഈ സ്ട്രക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ട് ഒരു BOS കിട്ടി, നേരെ മുകളിലേക്ക് പോയിട്ട് ലാസ്റ്റ് എടുക്കുന്ന ഫസ്റ്റ് തിരിച്ചു വരുമ്പോ ഫസ്റ്റ് എടുക്കുന്ന പുൾ ബാക്ക് ഇതല്ലേ? അതെ അതെ അതെ. അതാണ് IDM. ജോയിന്റ് റിക്വസ്റ്റ് വന്നുണ്ട്, ഒരു മിനിറ്റ്. ആ പുൾ ബാക്കിനെ, അതായത് ലാസ്റ്റത്തെ പുൾ ബാക്കിനെ കവർ ചെയ്ത് ഇതിനെടുക്കുന്നതിനെയാണ് IDM എന്ന് മാർക്ക് ചെയ്യുന്നത്. ഏതാ അല്ലെ? പറയും? അതായത് ലാസ്റ്റത്തെ നമ്മള് പുൾ ബാക്ക് എടുത്തല്ലോ, ആ ലാസ്റ്റത്തെ പുൾ ബാക്ക്, ആ അതെ പുൾ ബാക്കിനെ കവർ ചെയ്തതിനെയാണ് IDM എന്ന് പറയുന്നത് അല്ലെ? അതെ, അതാണ് IDM. ഓക്കെ. ഈ IDM എടുക്കുന്ന സമയത്ത് ഈ IDM എടുക്കാൻ കാരണമായിട്ടുള്ള ഹൈ ഉണ്ടല്ലോ ഇവിടെ, ഓക്കെ. ഈ ഹൈ കാണുന്നില്ലേ? കാണും. നിങ്ങൾക്ക് രണ്ട് മൗസ് പോയിന്റർ കാണേണ്ടത് ഇതില് ഇല്ലല്ലോ? ഇല്ല, ഒന്നേ ഉള്ളൂ. ഇപ്പൊ ആ ഹൈയിലാണോ മൗസ് പോയിന്റർ ഉള്ളത്? ആണ്. ആ, എനിക്ക് രണ്ടെണ്ണം കാണും. വേറെ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ IDM എടുത്തു കഴിയുമ്പോ ഈ ഹൈ കൺഫേം ആയി. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് ഇവിടുന്ന് ഏതെങ്കിലും OB-ന്നോ FPG-ന്നോ എവിടെന്നെങ്കിലും തിരിച്ച് മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യും? BOS മാർക്ക് ചെയ്യും. ഓക്കെ അല്ലേ?
അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ IDM എടുക്കുമ്പോൾ ഈ ഹൈ കൺഫേം ആയി, ഇവിടെ BOS കിട്ടിയപ്പോൾ ഈ ലോയും കൺഫേം ആയി. ഇവിടെ മുതൽ ഇവിടെ മുതൽ ഇവിടം വരെ ഒറ്റ സ്ട്രക്ചറാണ്. ഇതിന്റെ ഉള്ളിലുള്ള നമുക്ക് ട്രേഡ്. മനസ്സിലായോ? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ഡൗട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയണേ. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞു ഓക്കെ. അപ്പൊ ഇവിടെ IDM എടുത്തപ്പോൾ ഈ ഹൈ വാലിഡ് ആയി, അതിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യണം? BOS കിട്ടും. ഇവിടെ മാർക്കറ്റ് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ BOS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത IDM ഇവിടെ വന്നു. ഇവിടെ ഇത് കിട്ടുന്ന സമയത്ത് ലാസ്റ്റ് പുൾ ബാക്ക് എവിടെ വരുന്നത്? ഈ ഒരു പോയിന്റിലല്ലേ വരുന്നത്. എന്നുവെച്ചാൽ ഒരു ക്യാൻഡിലിന്റെ ലോ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഹൈ എടുത്തു. ഇവിടെയാണ് ലാസ്റ്റ് പുൾ ബാക്ക്. മാർക്കറ്റ് അത് എടുത്തോ? ഇല്ല. എടുത്തിട്ടില്ല. വീണ്ടും മാർക്കറ്റ് ഇവിടെ ഒന്ന് താഴോട്ട് വന്ന് വീണ്ടും മുകളിലേക്ക് പോയി. അപ്പൊ എന്തായി? IDM ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി, മേളിലോട്ട്. മേളിലോട്ടല്ല, ഇവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഇവിടെ ഉള്ള അത് തന്നെ, അതിന്റെ മേളിലോട്ട്. അവിടെ തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. അപ്പൊ ഇതാണ് നമ്മൾ IDM പോയിന്റ് അല്ലേ? അവിടെ ലാസ്റ്റ് പുൾ ബാക്ക് പോയിന്റ്. ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വരയ്ക്കണ്ടേ അവിടെ? വരക്കണ്ട. IDM എടുത്താലല്ലേ BOS ഉള്ളൂ. ഇവിടെ അതേപോലെ IDM എടുത്താലേ ഇനി മുകളിലേക്ക് പോകുമ്പോൾ BOS. ഇവിടെ IDM എടുത്തോ? അവിടെ എടുത്തിട്ടില്ല. അതായത് വാലിഡ് ഹൈ ആയാലേ BOS ആവുള്ളൂ അല്ലേ? അതെ, IDM എടുത്ത വാലിഡ് ഹൈ ആവും. അതെ 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 അതല്ലേ. അല്ലെങ്കിൽ ആ IDM എടുത്താൽ മാത്രമേ അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുള്ളൂ, ഇല്ലെങ്കിൽ വെറും ഒരു ഹൈ അല്ലേ? വെറും ഹൈ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിന്റെ സസ്യം തന്നെ വെച്ചേ. ചോയ്സ് പോയിന്റ് ഏത് ഭാഗത്ത് വരിക? ചോയ്സ് പോയിന്റ് ഇവിടെ BOS കിട്ടുമ്പോ ചോയ്സ് പോയിന്റ് എവിടെ? ഈ BOS കിട്ടാൻ കാരണമായിട്ടുള്ള എവിടെയാ? ഇവിടെ അല്ലേ? അതെ. അപ്പൊ ഇതാണ് ചോയ്സ് പോയിന്റ്. ഓക്കെ, മാർക്കറ്റ് നേരെ ഇവിടെ താഴോട്ട് വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഒക്കെ ട്രൈ. ഇവിടെ എവിടെയാ ചോയ്സ് പോയിന്റ്? ഈ BOS കിട്ടിയതിന്റെ ചോയ്സ് പോയിന്റ് എവിടെയാ? പറ ആരെങ്കിലും. താഴെ മാർക്ക് ചെയ്തത് ഇത് BOS കിട്ടാൻ കാരണം ഒരു ലോ എവിടെയാണോ അതാണ് ചോയ്സ് പോയിന്റ്. അപ്പൊ നമ്മുടെ പുൾ ബാക്ക് ഇൻഡ്യൂസ്മെന്റ് പോയിന്റ് ഇങ്ങോട്ട് മാറി, മാർക്കറ്റ് പിന്നെയും മുകളിലേക്ക് പോയി. ഇത് എടുത്തിട്ടില്ല, മുകളിലേക്ക് പോയിട്ട് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയുണ്ടോ? ഈ ഒരു സംഭവം, ഈ ഒരു ക്യാൻഡിൽ, ഇത് പുൾ ബാക്ക് അല്ലേ? അത് വാലിഡ് പുൾ ബാക്ക് ആണോ ഇൻവാലിഡ് ആണോ? വാലിഡ് ആണ്. ഇവിടെ ഒരു മദർ ക്യാൻഡിൽ ഉണ്ട്. ഇൻവാലിഡ് എന്ന് പറയാൻ കാരണം എന്താ? അത് ഇൻസൈഡ് പറയാ. ഒരു ക്യാൻഡിലിന്റെ ഉള്ളിൽ തന്നെ വരുന്ന പുൾ ബാക്കാ അല്ലേ? അപ്പൊ അത് വാലിഡ് ആവില്ല. അപ്പൊ നമുക്ക് ഇത് ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും സ്റ്റിൽ ഇവിടെ തന്നെയാണ് IDMന്റെ പോയിന്റ് ഉള്ളത്. വീണ്ടും മാർക്കറ്റ് ഇതിനെ ക്ലോസ് ചെയ്ത് മുകളിലേക്ക് പോയി. ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ല? ഈ ഒരു ക്യാൻഡിലിന്റെ ലോ എടുത്തു, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയിട്ട് ഹൈ എടുത്തു. മനസ് ബ്രോ, ഇവിടെ ഒരു ഡൗട്ട് എന്നുള്ളത്, അതായത് താഴത്തെ IDM പോയിന്റ് മാർക്ക് ചെയ്തിട്ടില്ലേ? ഇത് അവിടെ ഓൾറെഡി IDM എടുത്തിട്ടുണ്ടല്ലോ, ആ ബിഗ് ക്യാൻഡില്. എവിടെ എടുത്തേ? അവിടുത്തെ IDMന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്. ഇതോ? അതിന്റെ ഇപ്പുറത്ത്, അതിന്റെ ആ ഒരു ക്യാൻഡിൽ, അതിന്റെ 1 2 3 താഴത്തെ IDMന്റെ 1 2 3 നാലാമത്തെ ക്യാൻഡിൽ. ആ ബിഗ് ക്യാൻഡിൽ, അതിന്റെ ഇപ്പുറത്ത് ബിഗ് ക്യാൻഡിൽ. ഇതോ? അല്ല, നേരത്തെ ഇപ്പൊ മാർക്ക് ചെയ്തില്ലേ? അതന്നെ. ഇത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഈ ഒരു ക്യാൻഡിൽ ലോ എടുത്തു, ഹൈ എടുത്തു. ഇത് IDM ആയി. സിംഗിൾ ക്യാൻഡിൽ IDM എടുത്തിട്ടില്ല. അപ്പൊ കണ്ട് അവന് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചത് ഒഴിവാക്കിട്ടോ. ഇതിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ലോ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഹൈ എടുത്തു.
അപ്പൊ ഇതെന്തായി? ആ IDMI ഇല്ലേ? IDMI. IDMI. അപ്പൊ ഇത് നമ്മൾ IDMI ആയിട്ട് മാർക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പോകുമ്പോൾ ഇത് കണ്ടു. ഞാൻ പിന്നെ ഇത് ഇത്ര ചെറുത് എന്നിട്ട് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിട്ടോ. അപ്പൊ ഈ പോയിന്റ് എന്തായി? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അനസ് ബ്രോ ഉം. അല്ല, നമ്മൾ നേരത്തെ എടുത്ത പോലെ ഇത് ഇങ്ങനെ വന്നില്ലേ കൺഫ്യൂഷൻ വരും. കാരണം ഞാൻ ഒരു സെയിം ഡൗട്ട് സാറിനോട് ചോദിച്ച സമയത്ത് സാറ് പറഞ്ഞു എന്തിനാ അത് ഇങ്ങനെ എനിക്ക് ഓർമ്മ ഇൻവെസ്റ്റ്മെന്റ് മെൻലി എടുക്കുന്നത്. അതാ ഓർമ്മയുണ്ടോ? നമ്മൾ രണ്ട് ഡൗട്ട് ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ രണ്ട് ഡൗട്ട് ചോദിച്ചപ്പോൾ സാറിന് എന്തിനാ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നത്, കുറച്ച് താഴെ എടുത്താൽ മതി എന്ന് പറഞ്ഞത്. അതായത് ഹൈ ഉണ്ടാക്കുന്ന സെയിം ക്യാൻഡിൽ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. അതാണ് ഞാൻ ഇവിടുന്ന് കൺഫ്യൂഷൻ അതെ കൺഫ്യൂഷൻ ആവുന്നത്. ഓക്കെ. ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള ഐഡിയ ചോദിച്ചാൽ കറക്റ്റ് സെയിം. എന്താ പറയാ, നമ്മള് മാർക്ക് ചെയ്ത് പോകുമ്പോ ഇവിടത്തെ കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. നേരത്തെ ആരോ പറഞ്ഞപ്പോൾ എടുത്തെന്ന് പറഞ്ഞാരായിരുന്നു? അനീഷ. അപ്പൊ നമ്മൾ തൽക്കാലം കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് ഇതങ്ങ് ഒഴിവാക്കാം. അപ്പോ നമ്മള് പറഞ്ഞു വന്നത് ഇവിടെ ലാസ്റ്റ് പുൾ ബാക്ക് ആയിരുന്നു. ഇവിടെ പുൾ ബാക്ക് അല്ല, ഇവിടെ ലാസ്റ്റ് ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഒരു ക്യാൻഡലിന്റെ ലോ എടുത്തിട്ടുണ്ട്, ഹൈ എടുത്തിട്ടുണ്ട്. ഇത് പുൾ ബാക്ക് ആണ്. അത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഇൻഡ്യൂസ്മെന്റ് മാർക്ക് ചെയ്യുമ്പോ 1, 2, 3, 4 എത്ര ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണെങ്കിലും അതിനെ കവർ ചെയ്താൽ മതിയോ? മതി. എങ്ങനെ ഇൻഡ്യൂസ്മെന്റ് പോയിന്റ് കഴിഞ്ഞിട്ട്? അതായത് ഇൻഡ്യൂസ്മെന്റ് മാർക്ക് ചെയ്യുമ്പോഴേ ഇപ്പൊ ഒരു ക്യാൻഡിലിന്റെ മദർ ക്യാൻഡിലിന്റെ ലോയും ഹൈയും കവർ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. മദർ ക്യാൻഡിൽ ഏത് ക്യാൻഡിൽ? വാലിഡ് ക്യാൻഡിൽ ആയിരുന്നു. ഏത് ക്യാൻഡിൽ? അപ്പൊ ഒരു ക്യാൻഡിൽ ഈ ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന ഒരു 4-5 ക്യാൻഡിൽ കഴിഞ്ഞിട്ടാന്ന് വിചാരിക്കും. അത് എത്ര ക്യാൻഡിലായാലും കുഴപ്പമില്ല. ശരി. അപ്പൊ ഇത് നമ്മൾ IDM ആയിട്ട് മാർക്ക് ചെയ്തു. IDM ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ ഈ IDM എടുക്കാൻ കാരണമായിട്ടുള്ള ഹൈ ഏതാ? ഇതല്ലേ? അപ്പൊ ഇത് വാലിഡായി, ഈ ഹൈ വാലിഡായി. ഇനി ഇതിന്റെ മുകളിൽ എപ്പോ ക്യാൻഡിൽ ക്ലോസ് കിട്ടണം അവിടെ നമ്മൾ BOS മാർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ ഈ ഹൈന്റെ മുകളിൽ ഇവിടെ സ്വീപ്പാ തന്നെ അല്ലേ? ബോഡി ക്ലോസ് ഇല്ല. അപ്പൊ ഈ വിക്കിന്റെ മുകളിലേക്ക് ഇനി എപ്പോഴാണോ ബോഡി ക്ലോസ് കിട്ടുന്നത് ഇവിടെ എന്താ സംഭവിച്ചത്? അടുത്തത് ഇവിടെയും അവിടെയും വിക്ക്. ഇനി ആ വിക്കിന്റെ മുകളിൽ എപ്പോഴാണോ ബോഡി ക്ലോസ് അവിടെ നമ്മൾ BOS മാർക്ക് ചെയ്യും. ഇപ്പൊ BOS ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ ലൈൻസ് ഒന്നും ഇട്ട് വെക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി വെച്ചാൽ മതി. ഇതാണ് അതിന്റെ ഹൈ. ഓക്കെ, ഇനി ഒന്നുകൂടി ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഈ വിക്കിന്റെ മുകളിൽ നിന്ന് ഒരു ലൈനും കൂടെ കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ചെയ്തതിൽ? വാലിഡ് ഹൈ ആയില്ല. വാലിഡ് ഹൈ ആയതിന് ഓൾറെഡി ബോഡി ക്ലോസ് കിട്ടില്ല. കാരണം തേർഡ് ക്യാൻഡിലില് ഇല്ല. അത് നമ്മൾ എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്വീപ്പ് അല്ല തന്നെ. ഈ ക്യാൻഡിലല്ലേ? അതെ. ഇത് കഴിഞ്ഞിട്ടുള്ള ഇതിപ്പോ ഇങ്ങനെ ചെയ്തുകൂടെ എന്നല്ല ചോദിച്ചേ. ഇത് ഇങ്ങനെ ചെയ്തുകൂടെ? അതെ. നമ്മുടെ സാറ് പഠിപ്പിച്ചെന്ന പ്രകാരം ഞാൻ അത് ആദ്യം പറഞ്ഞു. സാറ് പഠിപ്പിച്ചെന്ന അതേപോലെ തന്നെ സ്ട്രക്ചർ മാപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യില്ല. മനസ്സിലായി. ഒരുപാട് ആൾക്കാർ പല ടൈപ്പിലും സ്ട്രക്ചർ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എൻട്രീസും കാര്യങ്ങളൊക്കെ ഒരേ ഏരിയ തന്നെ. അനസ് ബ്രോ, റിക്വസ്റ്റ് പെൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി പേരുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ട്. ഞാൻ ഇതാക്കാൻ പോകുന്ന സമയത്ത് സ്ക്രീന് 2 മൗസ് പോയിന്റ് കാണുന്നു. ഒന്നും നല്ല ഒരുപാടുണ്ട്. പോലെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ അവസരം നിഷേധിച്ചുകൊണ്ട് സിനിമാ നയം അഡ്രസ് ഉപയോഗിക്കുകയെന്ന് പറഞ്ഞ ഒരാളെന്നുണ്ട്. സോബിന്റെ സൗണ്ട് വരുന്നുണ്ട്. അനസ് ബ്രോ,
ആ ഒരു കാര്യവും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ചില ആളുകൾക്ക് ഡൗട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഇതേപോലെ ഒരു ഇപ്പൊ പറഞ്ഞ ക്യാൻഡിലില്ലേ, ആ ഇപ്പൊ നമ്മൾ ആ IDM ഉണ്ടാക്കിയ ശേഷമുള്ള ഹൈറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ആ ഞാൻ ചില ആളുകള് ചെയ്യുന്നതിനുള്ള ഇതാണ് എനിക്കറിയില്ല. അതെന്താ പറഞ്ഞു വെച്ചാൽ ആ ഹൈ മാർക്ക് ചെയ്യുമ്പോൾ ആ അവിടെ ചിലത് വിക്കുകൾ ഉണ്ടായിരിക്കും ചിലപ്പോ. ഓക്കെ. അതെ പക്ഷെ ആ എപ്പോഴാണോ ആ വിക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ബോഡി എത്ര ക്യാൻഡിൽ കഴിഞ്ഞാലും ആ ബോഡി അവിടെ ക്ലോസ് ആവുന്നു, അവിടെ അത് BOS ആവും അതെ എന്നാണ്. സാറ് പറഞ്ഞിട്ടുള്ളത്. അതെ അങ്ങനെയാണ് ഞാൻ അതെ ഉം. അങ്ങനെയാണ് ഞാൻ അതുപോലെ കണ്ടത്. അപ്പൊ ഇതിപ്പോ ഇത് കുറെ താഴെ വന്ന് പിന്നെ പോയതിന് ശേഷമല്ലേ അവിടെ മാർക്ക് ചെയ്തത്, അപ്പുറത്തല്ലേ അതെ വലിയൊരു. അത് ശരിക്കും അങ്ങനെയാണോ അതിന്റെ ഇത്? ഇതല്ലേ ആ ഇപ്പൊ അതന്നെ ഇവിടെ അതന്നെ ഇത് അത് മാർക്ക് അത് ചെയ്യാണ്ട് ഇവിടെ മാർക്ക് ചെയ്തെന്നല്ല പറഞ്ഞേ. അതെ അതാ ചോദിക്കുന്നത്. അത് അങ്ങനെയാണ് സാറ് നമ്മുടെ ആ വീഡിയോയിൽ ഇതിലൊക്കെ ഉള്ളത്. ആണല്ലേ. മനസ്സിലായോ? ഓക്കെ. പക്ഷെ അത് ശരിക്ക് എന്താ വെച്ചാൽ ഞാൻ കുറെ ആളുകള് മാർക്ക് ചെയ്ത് കണ്ടത് സെയിം ആ ഒരു ഭാഗത്ത് തന്നെ ആയിട്ടാണ് മാർക്ക്. ചെയ്യുന്നുണ്ട് എപ്പോഴാണ് ആ ഒരു പക്ഷെ നമ്മള് ഓക്കെ ഇതെന്താ ഓക്കെ ഈ സംഭവം വെച്ചില്ല, ഇത് അനസ്പുറ വരച്ച പോലെ ഉണ്ട്. ബോഡി ക്ലോസ് ആണ് വേണ്ടത്. നിങ്ങൾ പറയുന്ന പോലെ കുറെ വിക്ക് ഉണ്ടെങ്കിൽ വിക്കിന്റെ ഇടയിൽ കൂടെ പോകാൻ പാടില്ല, ഡയറക്റ്റ് ബോഡിയിലേക്ക് കൊണ്ടേക്ക് ക്ലോസ് പറഞ്ഞു, എന്നാലും അത് വാലിഡ് ആയ ബോസ് ആവുള്ളൂ. പക്ഷെ അത് തെറ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, ഇത് സാറ് നമുക്ക് അങ്ങനെ പഠിപ്പിച്ചത്, നമുക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യപ്പോയി. വേറെ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്കൂരാൻ പറ്റും. അല്ല, ഞാൻ ഇപ്പൊ സംശയം എന്താണെന്നറിയോ? സംശയമല്ല, ഞാൻ പറയാനുള്ള കാരണം ഇപ്പൊ നമ്മള് ഇവിടെ മാർക്ക് ഇപ്പൊ താഴെ IDM ഉണ്ടാക്കിയ വലിയ ബോഡിയുള്ള ക്യാൻഡിൽ, ഓക്കെ, അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മള് വീണ്ടും 2 വലിയ ക്യാൻഡിൽ പോയി ഒരു വിക്ക് തന്നിട്ട് താഴെ വന്നു, ഓക്കെ. അപ്പൊ അവിടെ അത് ഓൾറെഡി അതിന്റെ തൊട്ടപ്പുറത്തുള്ള ക്യാൻഡിൽ ക്ലോസ്ഡ് ആണല്ലോ, ഓൾറെഡി അത് ബോഡി ക്ലോസ് ആയി, അത് ഇതിന്റെ മുകളിൽ ക്ലോസ് ആയില്ലേ, ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ഓൾറെഡി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയില്ലേ, അതാണ് പക്ഷേ ചോദ്യം. നമ്മള് സാറ് പറഞ്ഞു തന്ന പ്രകാരം ഞാൻ അത് എടുത്തെടുത്ത് പറയും. നമ്മൾ സാറ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളില് നമുക്കൊരു വിക്ക വന്നേ അല്ലേ. ഈ വിക്ക് വന്നു കഴിഞ്ഞ് ഈ വിക്കിന്റെ മുകളിൽ എപ്പോഴാണോ ബോഡി ക്ലോസ്, അവിടെ BOS എന്നാണ് നമ്മൾ പഠിപ്പിച്ചു തന്നെ. അങ്ങനെയാണ്. ചിലവര് അഗ്രഷൻ മോഡൽ അഗ്രസീവ് മോഡലില് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ ബോഡി ക്ലോസ് കിട്ടുമ്പോ ഈ തേർഡ് ക്യാൻഡിൽ നമ്മ ചിലവർ കൺസിഡർ ചെയ്യുമല്ലോ. ചിലർ ചെയ്യുന്നുണ്ട്. അഗ്രസീവ് മോഡല് ചിലർ. അതാ ഞാൻ പറഞ്ഞത്, സാറ് പറഞ്ഞത് കംപ്ലീറ്റ് കൺഫർമേഷനിലായിരിക്കും. ഞാൻ നിങ്ങള് മാർക്ക് ചെയ്ത നിങ്ങളുടെ മൗസ് പോയിന്റ് നിൽക്കുന്ന ആ ക്യാൻഡിലില്ലേ, വിക്കുള്ള ക്യാൻഡിൽ, ആ ഒരു ബോഡിയിൽ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ക്യാൻഡിൽ കണ്ടില്ലേ, വിക്കുള്ള തന്നെ, അത് ഈ പറഞ്ഞ IDM ഉണ്ടാക്കിയതിന്റെ മുകളിൽ ഓൾറെഡി ആ ബോഡി ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് IDM ഉണ്ടാക്കിയ ഇത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞ സ്ട്രക്ചർ മാർക്ക് ചെയ്യുന്ന ചിലർക്ക് ഇതേപോലെ ഇപ്പൊ ഇങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ ചിലര് ഇവിടെ വിക്ക് വന്നില്ലേ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിട്ട് വിക്ക് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബോഡി ക്ലോസ് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. അത് ഞാൻ പഠിച്ചത് ബോഡി ക്ലോസ് വേണം. പക്ഷെ ഞാൻ പഠിച്ചത് ബോഡി ക്ലോസ് വേണ്ട, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് എന്ന് വെച്ചാൽ വിക്ക് മാത്രം മതി, ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ബോഡി ക്ലോസ് വേണം. ഇങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചത്. എന്നുവെച്ചാൽ പലരും ടൈപ്പിൽ പഠിച്ചു വരുന്നത് പല ടൈപ്പാ, മനസ്സിലായോ. നമുക്ക് ഏതാണോ കൂടുതൽ വർക്ക് ആവുന്ന നോക്കിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ നോക്കാം. ഇപ്പൊ സാറിങ്ങനെ പറഞ്ഞു വെച്ച ആ രീതിയിൽ നമുക്ക് നോക്കാം. ഇപ്പൊ മാറ്റണ്ട, ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ ബോഡി ക്ലോസ് കിട്ടിയപ്പോ BOS കിട്ടി. BOS കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? ഇൻഡ്യൂസ്മെന്റ് നോക്കണം അല്ലേ. അപ്പൊ അടുത്ത ഇൻഡ്യൂസ്മെന്റ് പോയിന്റ് എവിടെയാ വരിക? ഈ BOS കിട്ടിക്കഴിഞ്ഞാല് ഞാനിപ്പോ ലൈവിൽ ഇരിക്കുന്ന പോലെ കേട്ടോ പറയും, നമ്മുടെ നമുക്ക് BOS ക്യാൻഡിലോസ് കിട്ടിക്കഴിഞ്ഞാല് അടുത്ത IDM പോയിന്റ് എവിടെ വരുന്നത്? ഇവിടെ അല്ലേ, ലാസ്റ്റ് പുൾ ബാക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് പുൾ ബാക്ക് ഇതാണ് വരുന്നത്. മാർക്കറ്റ് എടുത്തോ, തിരിച്ച് മുകളിലേക്ക് പോയി ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ട് വീണ്ടും മുകളിലേക്ക് പോയി അല്ലേ. ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തു.
ബ്രേക്ക് ചെയ്യുന്നവരെ ഇത് ഐഡിയം പോയിന്റ് അല്ല കേട്ടോ, ലാസ്റ്റ് പുൾ ബാക്ക് അല്ല ഇത് ബ്രേക്ക് ചെയ്താലേ ഇവിടെ പുൾ ബാക്ക് ഉള്ളൂ. ഇപ്പൊ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ ഒരു ക്യാനിൽ വന്നു, അതിന്റെ ലോ സ്വീപ്പ് ചെയ്തു, എന്നിട്ട് 1, 2, മൂന്നാമത്തെ ക്യാനിലാണ് ബ്രേക്ക് ചെയ്തത്. അപ്പൊ ഇവിടെ ലാസ്റ്റ് പുൾ ബാക്ക് ഉണ്ടായി. ആ പുൾ ബാക്കിനെ മാർക്കറ്റ് എന്ത് ചെയ്തു? സ്വീപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് ലാസ്റ്റ് പുൾ ബാക്ക് ഐഡിയം ആയി. ഓക്കെ, ഷാഫി ഉണ്ടോ ഇതില്? ഞാൻ അവിടെ ഉണ്ട് മുത്തേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഇവിടെ ഐഡിയം എടുക്കുമ്പോ എന്താ ഈ ഐഡിയം എടുക്കാൻ കാരണമായിട്ടുള്ള ഹൈ ഇവിടെ കൺഫേം ആയി അല്ലേ? അപ്പൊ ആ ഹൈന്റെ ഇപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ എന്താ വന്നത്? വിക്കാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ബോഡി ക്ലോസ്, അവിടെ BOS. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ BOS കിട്ടി. അപ്പൊ ഈ BOS എടുക്കാൻ കാരണമായിട്ടുള്ള ലോ ഏതാ? ഇതല്ലേ, ഈ ലോ, ഇൻവെസ്റ്റ്മെന്റിന്റെ ലോ. ഇൻവെസ്റ്റ്മെന്റ് ലോ. ഇനി മാർക്കറ്റ് എന്താ ചെയ്തു? നേരെ തിരിച്ചു വന്നിട്ട് അതിന്റെ താഴെ ക്ലോസ് ചെയ്ത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? നമ്മളിവിടെ സ്വീപ്പ് നടന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്യാൻഡിൽ ക്ലോസ് കിട്ടി. അപ്പൊ ഇവിടെ എന്തായി? ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്ക് ചെയ്യും. ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ട് കേട്ടാ. അത് ആർക്കെയും മനസ്സിലായോ സംഭവം? ക്ലിയർ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? അത് ഗ്യാപ്പ് അപ്പില് ഗ്യാപ്പ് ഡൗണില് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ക്യാൻഡിൽ ഉണ്ട് എന്നുള്ള കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇനി നമ്മളെ വ്യൂ അങ്ങോട്ട് താഴോട്ടാ. ഓക്കെ, അപ്പൊ ഇനി മാർക്കറ്റ് ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? ഐഡിയം നോക്കണം. ഇവിടെ ലാസ്റ്റ് ഫുൾ ബാക്ക് എവിടെ വരുന്നത്? ഞാൻ കുറച്ചും കൂടെ നോക്കിയില്ല. ലാസ്റ്റ് ഫുൾ ബാക്ക് ഏതാ? ഇതാണോ? അത് തന്നെ. ഇതാവില്ല. അതിന് തൊട്ടപ്പുറത്ത് ഇതോ? ഏറ്റവും ടോപ്പിലുള്ള ക്യാൻഡിൽ. ഇതാണ് ലാസ്റ്റ് ഫുൾ ബാക്ക്. ചേഞ്ച് ഓഫ് ക്യാരക്ടറിന്റെ പോയിന്റും ഫുൾ ബാക്ക്, ലാസ്റ്റ് ഫുൾ ബാക്ക് ഇത് തന്നെ. കാരണം ഇവിടെ എന്താ എടുക്കാത്ത? എന്താ കാരണം? ഇതൊരു ക്യാൻഡിലിന്റെ ഉള്ളില് ഇൻസൈഡ് ആയിട്ട് വരുന്നതാ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇനി മാർക്കറ്റ് താഴോട്ട് വന്ന് ഇവിടെയാണ് ലാസ്റ്റ് പുൾ ബാക്ക് വരുന്നത്. മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്ന് ഇവിടെ ഒരു പുൾ ബാക്ക്. ആ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ സ്വീപ്പ് മതിയാ? ചേഞ്ച് ഓഫ് ക്യാരക്ടർ സ്വീപ്പ് പോരാ, ബോഡി ക്ലോസ് വേണ്ടേ? ബോഡി ക്ലോസ്. ബോഡി ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തേക്കല്ലേ? അതെ, ഗ്യാപ്പ് ഡൗൺ ആകുമ്പോ അതിനൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, നോ ഗ്യാപ്പ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു. അത് ഓണാക്കിയാൽ മതി. ഓൾറെഡി മാർക്കറ്റ് താഴെ പോയാൽ അത് കട്ട് ചെയ്തിട്ടാണല്ലോ പോയിരിക്കുന്നത്. അത് കാരണം കൊണ്ട് അവിടെ ക്യാൻഡിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുമ്പോ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഒക്കെ കണ്ടിട്ടില്ലേ? എന്നുവെച്ചാൽ ആ സമയത്ത് അവിടെ സ്ട്രക്ചർ മാർക്ക് ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന അതിനൊക്കെ ആ ഇൻഡിക്കേറ്റർ പറ്റുള്ളൂ. നോ ഗ്യാപ്പ് ക്യാൻഡിൽ എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഏത് കളർ ക്യാൻഡിലാണോ വരുന്നത് വെച്ചാൽ അത് വരും. ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ലാസ്റ്റ് പുൾ ബാക്ക് നമ്മൾ പറഞ്ഞു ഇവിടെയാണ്. മാർക്കറ്റ് എന്ത് ചെയ്ത്? അടുത്തൊരു പുൾ ബാക്ക് ഇവിടെ തന്നു, ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, വീണ്ടും മാർക്കറ്റ് താഴോട്ട് വന്ന് എവിടുന്നോ വോയിസ് കൂടുതൽ വരുന്നുണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്തേക്ക്. അപ്പൊ ഇവിടെ ലാസ്റ്റ് പുൾ ബാക്ക് ഇതായി. ഇതല്ലേ ലാസ്റ്റ് പുൾ ബാക്ക്? ഇവിടെ എവിടെയെങ്കിലും ഒരു ക്യാൻഡലിന്റെ ഹൈ ലോ എടുത്തിട്ടുണ്ടോ? ഈ ഒരു ക്യാൻഡലിന്റെ ലോ എടുത്ത് താഴോട്ട് വരല്ലേ? എവിടെയെങ്കിലും ഹൈ എടുത്തിട്ടുണ്ടോ? ഹൈ എടുത്ത ലാസ്റ്റ് പുൾ ബാക്ക് ഇതല്ലേ? അപ്പൊ മാർക്കറ്റ് വീണ്ടും തിരിച്ചു പോയിട്ട് ഈ ഹൈ എടുത്തില്ല, വീണ്ടും ഇതിനെ ബ്രേക്ക് ചെയ്തു. അപ്പൊ നമ്മളെ ലാസ്റ്റ് പുൾ ബാക്ക് ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി അല്ലേ? അവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ താഴെ സംഭവിച്ചു. എവിടെ സംഭവിച്ചു?
ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. അല്ല അവിടെ ഇപ്പുറത്തെ അത് തന്നെ ഇതോ അതിന്റെ ലോ ലോ ഇവിടെ സംഭവം, ഇവിടെ എഡിഎം എടുത്തിട്ടില്ലല്ലോ ഇവിടെ ബ്രേക്ക്വേഴ്സ് സംഭവിക്കാൻ. അല്ല അങ്ങനെയല്ല, ഞങ്ങൾ താഴേക്ക് എത്തിയിട്ടില്ല അല്ലേ, പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇല്ല, ഇവിടെ ഐഡിയം എടുത്തില്ല, അതാണ് ലാസ്റ്റ് പുൾ ബാക്ക് എടുത്തില്ല. ഓക്കെ, അവിടെ പറഞ്ഞിട്ടു മകറ്റ് താഴോട്ട് വന്നു. അപ്പൊ ലാസ്റ്റ് പുൾ ബാക്ക് ഇനി ഏറിയതാ ഇതാ. കാരണം ഇവിടെ ഒന്നും ഒരു ലോ എടുത്ത് താഴോട്ട് വന്ന ക്യാൻഡിൽസ്. ഓക്കെ, ഇനി മാർക്കറ്റ് ഇനി നമുക്ക് ചോദിക്കുന്ന സമയത്ത് ഡൗട്ടുകൾ വരാനുണ്ട്. ഇവിടെ ഐഡിയം മാർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഇതിന്റെ ലോ ഇതിന്റെ ഹൈ എടുത്ത്, അപ്പൊ ഇവിടെ ഐഡിയം മാർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് തെറ്റാണ്. ഓക്കെ അല്ലേ? റീസൺ പറയോ? എങ്ങനെ? അല്ല, അതിന്റെ റീസൺ തെറ്റാണ്. എന്താണ് തെറ്റെന്നുള്ളത് പറയാമെന്ന് ചോദിക്കാം. തെറ്റാന്നുള്ള നമ്മളെ ഐഡിയം ലെഫ്റ്റ് സൈഡിലാണ് വരിക, ഒരു സ്ട്രക്ചറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഐഡിയം വരിക. ഇപ്പൊ ഇവിടെ ഒക്കെ എങ്ങനെ വന്നേ? ഇവിടെ മുതൽ വൈകുമോ? ഈ ഐഡിയം ഇവിടെ ലെഫ്റ്റ് സൈഡിലല്ലേ? അതായത് ഹൈയുടെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഉണ്ടാക്കിയ BOS ഉണ്ടാക്കിയ ഹൈയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ ഐഡിയം വരിക. ഇവിടെ എവിടെയാ വന്നേ? ഇവിടെ ഫുൾ ബാക്ക് തന്ന് മുകളിലേക്ക് പോയി, അപ്പൊ ഇത് ലെഫ്റ്റ് സൈഡിലേക്കായി. ഈ ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റിൽ ഐഡിയം ആയി. ഇവിടെയോ ഇതിനെ ബ്രേക്ക് ചെയ്തപ്പോ ഇത് ലെഫ്റ്റ് സൈഡ് പോയിന്റ് ആണ്. ഈ പോയിന്റിലല്ല ഐഡിയം ഉണ്ടായേ. ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ റൈറ്റ് സൈഡിലേക്ക് മാറിയില്ലേ? ഓൾറെഡി ചേഞ്ച് ഓഫ് കേറ്റർ കിട്ടി താഴോട്ട് വരുന്ന ചോക്ക് കിട്ടി താഴോട്ട് വരുന്ന മാർക്കറ്റ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഫുൾ ബാക്ക് ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡിലല്ല നോക്കുക, ഇവിടെ ഇങ്ങനെയല്ല നോക്കുക. ഇതെവിടെ എടുത്തിട്ടുള്ളേ? റിക്വസ്റ്റ് പെൻഡിങ് ഉണ്ട്, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, അത് പെൻഡിങ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ സ്ക്രീനിൽ 2 മൗസ് പോയിന്റ് ആണ്. ഓക്കെ, നമ്മൾ അവിടെ നിർത്തിയ. അപ്പൊ ഈ ഐഡിയ തെറ്റാണെന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ചെയ്തു വരുമ്പോൾ ചേഞ്ച് ഓഫ് കേറ്റർ കിട്ടി, ലാസ്റ്റ് പുൾ ബാക്ക് ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി, അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. അപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ തിരിച്ച് മുകളിലേക്ക് പോയി. ഇവിടെ ഒന്നും നമുക്ക് ഒരു സ്ട്രക്ചറും ഇല്ല കേട്ടോ. ഇന്റേണൽ ഉണ്ട്, അതിപ്പോ നോക്കണ്ട. ഇന്റേണൽ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാകും, നോക്കണ്ട. എന്നുവെച്ചാൽ മുകളിലേക്ക് തിരിച്ചു പോയി, ഇവിടെ ഒന്നും സ്ട്രക്ചർ മാപ്പ് ചെയ്യാൻ നിൽക്കണ്ട. നേരെ മുകളിലേക്ക് പോയിട്ട് ഇതെന്തായി? ഐഡിയം ആയി. ലാസ്റ്റ് പുൾ ബാക്ക് ഇതെല്ലാം ഉണ്ടായേ, ഇത് ഐഡിയം ആയി. ഇനി നമ്മളെ ചേഞ്ച് ഓഫ് കേറ്റർ കിട്ടാൻ കാരണമുള്ള ഹൈ അതാ. ഇനി ശരിക്ക് ചേഞ്ച് ഓഫ് കേറ്റർ കിട്ടി മാർക്കറ്റ് ശരിക്ക് താഴോട്ട് വരണം, അടുത്ത BOS കിട്ടണം. മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? ഈ ഹൈന്റെ മുകളിൽ ക്ലോസ് വന്നു, ഇവിടെ ക്ലോസ് വന്നു. അപ്പൊ ഇതെന്തായി? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി, വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഹൈ വാലിഡ് ഹൈ ആക്കാൻ വേണ്ടി ഒരു ഇൻഡ്യൂസ്മെന്റ് ഇടണം. ആ ഇൻഡ്യൂസ്മെന്റ് പോയിന്റ് ഇവിടെ എവിടെയുള്ള ലാസ്റ്റ് പുൾ ബാക്ക് എന്ന് പറയാൻ, ഇവിടെ ഒരു പുൾ ബാക്കാ. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, ക്യാൻഡിലോസ് കിട്ടി കഴിയുമ്പോൾ ഇവിടെ അല്ലേ ലാസ്റ്റ് പുൾ ബാക്ക് വരുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇത് എടുത്തില്ല, മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയി. ഈ ഒരു ക്യാൻഡിലിന്റെ ലോ ഇവിടെ സ്വീപ്പ് ചെയ്തു, ഹൈ സ്വീപ്പ് ചെയ്തില്ല. അടുത്തത് ഒരു ക്യാൻഡിലിന്റെ ഇവിടെ ലോ സ്വീപ്പ് ചെയ്തു, ഹൈ സ്വീപ്പ് ചെയ്തു. അപ്പൊ ലാസ്റ്റ് പുൾ ബാക്ക് ഏതായി? ഇതായില്ലേ?
ഇതെന്തോന്ന് എടുക്കാന്ന് വെച്ചാൽ ഹൈ ഇതിന്റെ സ്വീപ്പ് ലോ ചെയ്ത മാത്രം സ്വീപ്പ് ചെയ്തുള്ളൂ, ഹൈ സ്വീപ്പ് ചെയ്തില്ല. അത് എടുക്കുന്നതിന് മുന്നേ ഒരു ക്യാൻഡിലിന്റെ ലോ ഇവിടെ സ്വീപ്പ് ചെയ്തു, ഹൈ ഇവിടെയും സ്വീപ്പ് ചെയ്തു. അപ്പൊ ഇത് ലാസ്റ്റ് പുൾ ബാക്ക് ആയി. ഇത് മാർക്കറ്റ് എടുത്തോ? എടുത്തു. ഇപ്പൊ എടുത്തോ? ഈ ഒരു സ്ട്രക്ചർ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എടുത്തോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. അപ്പൊ ഇനി വീണ്ടും മാർക്കറ്റ് ഇതിനെടുക്കണം. ഇതിനെടുത്തില്ല, നേരെ മുകളിലേക്ക് ഇവിടെ താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി. വീണ്ടും ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും, ഒഴിവാക്കാം. ഇവിടെ ലാസ്റ്റ് പുൾ ബാക്ക് എവിടെയാ? ഇതല്ല വന്നേ, ഇതിന്റെ ലോ എടുത്തു. സോറി, ഇത് ഈ ക്യാൻഡലിന്റെ ലോ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലേ? മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ലാസ്റ്റ് പുൾ ബാക്ക് അതാ ഈ ഒരു ക്യാൻഡലിന്റെ, ഈ ഒരു ക്യാൻഡലല്ല, ഈ ക്യാൻഡിൽ. ഇത് മാത്രം, ഇത് ഇൻസൈഡ് പറ. ഈ ഒരു ക്യാൻഡലിന്റെ ലോ ഇവിടെ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഹൈ എടുത്തു. അപ്പൊ ഇത് വാലിഡ് പുൾ ബാക്ക് ആയി. ഓക്കെ. വീണ്ടും മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയി ആ ലാസ്റ്റ് പുൾ ബാക്കിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഇതെന്തായി? IDM ആയി. അപ്പൊ എന്തായി? ഈ ഒരു ലോ മുതൽ ഈ ഒരു ഹൈ വരെ ഒരൊറ്റ സ്ട്രക്ചറാ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയില്ലേ? ആ ലോ മുതൽ. അത് മനസ്സിലായോ? ഇവിടെ IDM എടുക്കുമ്പോ ഈ ഹൈ വാലിഡ് ആയോ? വാലിഡ് ആയി. അപ്പൊ ഇനി മാർക്കറ്റ് ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോഴോ? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി. കാരണം ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, ഇൻഡ്യൂസ്മെന്റ് എടുത്തു, മുകളിലേക്ക് പോയി, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? IDM നോക്കണം. ഇത് ഇങ്ങനെ തന്നെ റൊട്ടേറ്റ് ആയി വരും. ഒരു BOS കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത IDM, അത് കഴിഞ്ഞാൽ BOS, പിന്നെ അടുത്ത IDM, അങ്ങനെ നോക്കി പോയാൽ മതി. ഇതിൽ ഇനി ലാസ്റ്റ് പുൾ ബാക്ക് എവിടെയാ? ഈ BOS കിട്ടിക്കഴിയുമ്പോൾ ലാസ്റ്റ് പുൾ ബാക്ക് എവിടെയാ? അതിന്റെ നേർക്ക് താഴെ. ഇവിടെയാ? അല്ലല്ല, താഴെ താഴെ താഴെ. ഇവിടെ. അപ്പൊ ഇതാണ് ലാസ്റ്റ് പുൾ ബാക്ക്. ഈ ഒരു ക്യാൻഡിലാണ് ലാസ്റ്റ് പുൾ ബാക്ക്. മാർക്കറ്റ് എടുത്തോ? ഇല്ല. നേരെ മുകളിലേക്ക് പോയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തു. BOS അല്ല, ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തപ്പോ എന്തായി? ലാസ്റ്റ് പുൾ ബാക്ക് ഇനി ഇവിടെ വരുന്നേ. ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് പുൾ ബാക്ക് എവിടെയാ? ഈ ഒരു പോയിന്റിലെ വരിക അല്ലേ? ക്യാൻഡലിന്റെ ഇവിടെ ബ്രേക്ക് ചെയ്തത് കൊണ്ട് ട്ടാ. ഇവിടെ ബ്രേക്ക് ചെയ്യാത്തോടത്തോളം കാലം ലാസ്റ്റ് പുൾ ബാക്ക് ഇത് തന്നെ. ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോ ലാസ്റ്റ് പുൾ ബാക്ക് എവിടെയാ? എവിടെ അല്ലേ വരുന്നത്? ഈ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോ. നമ്മളിപ്പോ അതിന് തൊട്ട് മുന്നേ ഒരു പുൾ ബാക്ക് ഇല്ലേ? അതിന്റെ തൊട്ട് മുന്നേ തന്നെ. ഇത് അതെ, അതല്ല അതിന് മുകളിലത്തെ അതന്നെ. അതല്ല, പ്ലസിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ലോ ഇല്ലേ? ഇതല്ലേ? അതന്നെ. അത് ആ പുൾ ബാക്ക് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. എപ്പോഴും ലാസ്റ്റ് പുൾ ബാക്ക് ഇത് കൺസിഡർ ചെയ്താൽ മതി. ലാസ്റ്റ് പുൾ ബാക്ക് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതാണ് IDM. ഓക്കെ. അതിന്റെ തൊട്ടടിയിലുള്ള നോക്കേണ്ട ആവശ്യമില്ല. നോക്കണ്ട. അത് നോക്കുന്നുണ്ട്. ഇപ്പൊ മേജർ ഇൻഡ്യൂസ്മെന്റ്, മൈനർ ഇൻഡ്യൂസ്മെന്റ് നോക്കുന്നവരുണ്ട്. ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മൾ ഒരു കോൺസെപ്റ്റിൽ നോക്കുക, അത്രേ ഉള്ളൂ. ലാസ്റ്റ് പുൾ ബാക്ക് ഇത്. അപ്പൊ ഇതാണ് ലാസ്റ്റ് പുൾ ബാക്ക് എന്നുള്ളത്. ഇങ്ങോട്ട് മാറി. ഇനി ഇത് എടുക്കുമ്പോ നമുക്ക് ലാസ്റ്റ് IDM. മുകളിലേക്കോ? മുകളിലേക്ക് നിൽക്കുക. അപ്പോ നിങ്ങളെ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്ക് ചെയ്തില്ലേ നമ്മള്? അതെ, അത് ഓൾറെഡി അവിടെ ബ്രേക്ക് ചെയ്യുമ്പോ നമ്മള് ഇവിടെ താഴെയുള്ള ഈ ലോ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഈ ലോയാ? അതെ, എനിക്ക് മനസ്സിലായില്ല ചോദിച്ചേ. എങ്ങനെ? ഹയർ ഹൈയും ഹയർ ലോയും മാർക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും ചോദിച്ചത് പുള്ളി. അല്ല, ആ ലോ ശരിക്ക് ചോദിച്ചല്ലേ? ഇത് ശരിക്കും ചോദിച്ചു. നിങ്ങൾ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ അവിടെ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. അല്ല, അത് ശരിക്കും ചോദിച്ചല്ലേ? എന്നുവെച്ചാൽ മാർക്കറ്റ് ഇവിടെ BOS കിട്ടി, ഇനി തിരിച്ചു വന്നതിന്റെ താഴെ ക്ലൈം ക്ലോസ് വെച്ച് അവിടെ ചേഞ്ച് ഒക്കെ കിട്ടും.
ഓക്കെ അല്ല ഞാൻ ഓക്കെ ചോദിക്കുക, അത് നിങ്ങൾ ലോ ആയിട്ട് ഇപ്പൊ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ലോ ആണല്ലോ ബ്രേക്ക്വേഴ്സർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ലോ എന്ന് ആ പറയുന്നത് എന്നുവെച്ചാൽ നമുക്ക് അതാ ഞാൻ ഇങ്ങനെ വേണം. ചോദിച്ചത്. എന്തിനാ ചാർട്ട് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കി എന്നുവെച്ചാ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതെ വെറുതെ ചാർട്ടിൽ കുറെ ഡ്രോയിങ്സ് കയറുന്നല്ലാണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. നമുക്കറിയാലോ അതെ ഇവിടെ BOS കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴെ അതെ ക്ലോസ് ചെയ്യുന്ന അതെ സമയത്ത് ചേഞ്ച് ഒക്കെ ആയിട്ട് നമുക്കറിയാലോ. അതെ. അല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ എല്ലാം മാർക്ക് ചെയ്ത് പോയപ്പോഴേ അത് മാർക്ക് ഓക്കെ. ചെയ്തിട്ടില്ല കാണുന്നുണ്ടായില്ല, അതാ ഞാൻ ചോദിച്ചത്. അതാ ഞാൻ ഇല്ല. മോളിലേക്ക് ആക്കാൻ പറഞ്ഞേ. ഓക്കെ ഓക്കെ ഓക്കെ. അതൊക്കെ ഓക്കെ. ഒരു ഡൗട്ട് കൂടി ഇല്ലേ സാറേ? ആ ഇപ്പൊ നമ്മള് ലാസ്റ്റ് ബ്രേക്ക് പറഞ്ഞില്ലേ, BOS അല്ല, ആ റെഡ് ലൈനിന്റെ മുകളിലുള്ള ബ്രേക്ക്. ഇത് അതെ. അപ്പൊ നമ്മള് ലാസ്റ്റ് പുൾ ബാക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ റെഡ് ലൈൻ. ഇതിവിടെ ബ്രേക്ക് ചെയ്തു അതിന് മുൻ ഓക്കെ. ഓക്കെ. അതിന് മുന്നേ ഞാൻ നേരത്തെ ചോദിച്ച ഇത് ശരിക്ക് അതിന് തൊട്ട് മുന്നുള്ള ഒരു IDM ആയിട്ട് എടുക്കാൻ പറ്റില്ലേ? അത് ഇന്റേണൽ ആയതുകൊണ്ടാണോ ചെയ്യാത്ത? മൈനർ ഇതോ നേരത്തെ പറഞ്ഞ പോലെ മൈനർ ഇതോ ആയിട്ടാണ്. അത് ഇല്ല, അതന്നെ. മൈനർ മേജർ എന്ന് പറയുന്ന സമയത്ത് ഇതിപ്പോ മൈനർ ആയി കൂട്ടാം. ഇവിടെ ഈ പുൾ ബാക്ക് എന്ന് പറഞ്ഞില്ലേ, ഇതിപ്പോ മാർക്കറ്റ് ഇപ്പോ എന്താ പറയാ, മാർക്കറ്റ് ഇപ്പൊ ഇങ്ങനെ മുകളിലേക്ക് പോയി, ഇങ്ങനെ പോയിന്ന് വിചാരിച്ചോ. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഇതിനെടുത്തു മുകളിലേക്ക് പോയി. അപ്പൊ ചിലര് ചെയ്യുന്നത് എന്നുവെച്ചാ ഇതിപ്പോ മൈനർ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയും. ഇത് ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയതിന്റെ മെയിൻ ലോ ഇതല്ലേ. അതെ അതെ. അപ്പൊ അത് മേജർ ആയിട്ട് വരും. ഓക്കെ ഇങ്ങനെ എല്ലാം കൂടി ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാ ഓക്കെ. അപ്പൊ നമ്മള് മേജർ മാത്രം നോക്കിയാൽ മതി. നമ്മള് ലാസ്റ്റ് പുൾ ബാക്ക് മാത്രം നോക്കിയാൽ മതി. സിമ്പിൾ ആക്കി ഓരോ ബ്രേക്കിന് മുന്നേ ഈ ബ്രേക്ക് ചെയ്തപ്പോ ലാസ്റ്റ് പുൾ ബാക്ക് മാത്രം ലാസ്റ്റ് നോക്കിയാൽ പുൾ ബാക്ക് മാത്രം നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആ ലാസ്റ്റ് പുൾ ബാക്ക് ഇവിടെ ഒരു ലാസ്റ്റ് പുൾ ബാക്ക് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. മാർക്കറ്റ് എടുത്തില്ല, നേരെ മുകളിലേക്ക് പോയിട്ട് ഇവിടെ അടുത്ത പുൾ ബാക്ക് ഉണ്ടാക്കി. ഒരു ക്യാൻഡിലിന്റെ ലോ സ്വീപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹൈ സ്വീപ്പ് ചെയ്തു. അല്ല, ഇവിടെ തന്നെ ലാസ്റ്റ് പുൾ ബാക്ക് വരുന്നേ. ഇതൊരു പുൾ ബാക്ക് അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് തന്നു, വീണ്ടും ഒരു ക്യാൻഡിലിന്റെ ലോ സ്വീപ്പ് ചെയ്തു, ഹൈ സ്വീപ്പ് ചെയ്തു. അപ്പൊ ആ പുൾ ബാക്ക് ഇങ്ങോട്ട് മാറി, ലാസ്റ്റ് പുൾ ബാക്ക്. വീണ്ടും മാർക്കറ്റ് നേരെ മുകളിലേക്ക് കയറിപ്പോയി, ഇവിടെ ഈ ക്യാൻഡിലിന്റെ ലോ സ്വീപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഹൈ സ്വീപ്പ് ചെയ്തു, പുൾ ബാക്ക് ഇങ്ങോട്ട് മാറി. പിന്നെന്താ സംഭവിച്ചേ? നേരെ മുകളിലേക്ക് പോയി. അനസ് ഭായ്, ഒരു സംശയം, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നില്ല ഇടയ്ക്ക്, ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നില്ലേ കേറുമ്പോ? ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇടയിലുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതിപ്പോ എല്ലാരും സംസാരിച്ചോണ്ട് അല്ല അല്ല ഇൻഡ്യൂസ്മെന്റ് നടന്നിട്ടില്ലല്ലോ. ഓക്കെ, ശരി. നമുക്ക് ലാസ്റ്റ് പുൾ ബാക്ക് തപ്പി കൊടുക്കുക. ഇൻഡ്യൂസ്മെന്റ് ഇനിയാണ്. അപ്പൊ ലാസ്റ്റ് ഇതുവരെ ലാസ്റ്റ് പുൾ ബാക്ക് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി, മാർക്കറ്റ് താഴോട്ട് വന്നു. ഇവിടെ ഇതിന്റെ ലോ സ്വീപ്പ് ചെയ്തു, ഹൈ സ്വീപ്പ് ചെയ്തില്ല. അടുത്ത ക്യാൻഡിൽ ഇതിന്റെ ഹൈ സ്വീപ്പ് ചെയ്തു, ലോ സ്വീപ്പ് ചെയ്തു. ഈ ഒരു ക്യാൻഡിലിന്റെ ഇവിടെ ലോ സ്വീപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹൈ സ്വീപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പൊ ഇത് ലാസ്റ്റ് പുൾ ബാക്ക് എവിടെയാ? ഇവിടെ അല്ലേ വരിക, ബ്ലാക്ക് ക്യാൻഡിൽ, ഈ ബ്ലാക്ക് ക്യാൻഡിൽ. അപ്പോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പുൾ ബാക്ക്. ഇവിടുന്ന് ഈ പോയ പോക്കില് ഈ